നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് മിനി പിസ്സ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളിന്ന് ഈ പിസ്സ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൻ്റെ മാവ് തയ്യാറാക്കാം. ഇത് 150 ഗ്രാം ഗോതമ്പ് പൊടിയുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇടാം. 2 ടേബിൾ സ്പൂൺ ഓയിലും 5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് നേരിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എൻ്റെ കുഞ്ഞൂസും ഇന്ന് എന്നെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. മാവൊക്കെ നന്നായി കുഴച്ചിട്ട് മാവിൻ്റെ മീതെ അല്പം ഓയിലും കൂടെ തേച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തേക്കുള്ള പച്ചക്കറികൾ തയ്യാറാക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞതിടാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. തീ ഒന്ന് നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്കൊരു തക്കാളി ചതുര കഷ്ണങ്ങളാക്കിയതിടാം. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതാണ്. ഇതും ഒന്ന് അടച്ചു വെക്കാം. തീ കൂട്ടി വെക്കണം. ഒന്ന് കരിഞ്ഞു പോകാതെ എന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കാപ്സിക്കം ചേർക്കാം. ഒരു ചെറിയ കാപ്സിക്കം അരിഞ്ഞതാണിത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ചേർക്കാം. മുളക് ചതച്ചതിന് പകരം നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇടാം. പിന്നെ നമ്മുടെ നാടൻ ഒറിഗാനോ 1 ടീസ്പൂൺ ഇടാം. ഇത് പുതിനയിലയും തുളസിയിലയും പനിക്കൂർക്കയിലയും ഉണക്കി പൊടിച്ചതാണ്. ശരിക്കുള്ള ഓർഗാനോ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇനി ഇത് ഇട്ടില്ല എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ചൂടിലിരുന്ന് ക്യാപ്സിക്കം ഒന്ന് വാടിക്കിട്ടും. ക്യാപ്സിക്കം കൂടുതൽ വാടിപ്പോകുന്നത് കൊള്ളില്ല. ക്യാപ്സിക്കം ഒന്ന് കടിക്കാൻ കിട്ടുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത ശേഷം പരത്തിയെടുക്കാം. ഒരു വലിയ ചപ്പാത്തിയായിട്ടാണ് പരത്തിയെടുക്കുന്നത്. സാധാരണ ചപ്പാത്തിയേക്കാളും അല്പം കൂടെ കട്ടി ഉണ്ടായിരിക്കണം ഇതിന്. ഇനി നമുക്കൊരു റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ശേഷം ബാക്കി വരുന്നത് വീണ്ടും പരത്തിയിട്ട് അതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പകുതി വേവിച്ചെടുക്കണം. നന്നായിട്ട് ചൂടായ പാനിലേക്ക് നമ്മുടെ പിസ്സ ബേസ് ഇടാം. എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിൽ ഈ കുമ്പളകൾ ഇങ്ങനെ പൊന്തി വരുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് ഒരു 30 സെക്കൻഡ്. ഇത് കഴിയുമ്പോഴേക്കും നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത്രയും വെന്താൽ മതിയാവും. ആദ്യം നമ്മൾ പാനിലിട്ട ആ വശത്ത് വേണം സോസ് തേക്കാൻ. മറ്റേ ഭാഗമാണ് ഇപ്പോൾ പാനിലേക്ക് ഇടേണ്ടത്. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിനകത്ത് കുറേ ഹോൾസ് ഇടാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ സോസ് തേക്കാം. ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ഒരു പിസ്സയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വെച്ചും കുഴപ്പമില്ല, ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം. ഇതിനു മീതെ നമുക്ക് ചീസിന് പകരമുള്ള വൈറ്റ് സോസ് തേക്കാം. ഇത് മൈദ കൊണ്ടുള്ളതാണ്. ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വഴറ്റി വെച്ച പച്ചക്കറികൾ ചേർക്കാം. ഈ പച്ചക്കറികൾ ഇങ്ങനെ വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ പിസ്സ ഇഷ്ടമില്ലാത്തവർക്കും ഈ പിസ്സ കഴിക്കാൻ ഇഷ്ടമുണ്ടാവും. ഇനിയിപ്പോൾ ലാസ്റ്റ് അല്പം റെഡ് സോസും കൂടെ നമുക്ക് ഇതിൻ്റെ മീതെ ഒഴിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സോസ് ആണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ അല്പം കെച്ചപ്പും കൂടെ ഒഴിച്ചാൽ നന്നായിരിക്കും. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടറും തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഓരോന്നായിട്ട് ഇതിന് മുകളിലേക്ക് വെക്കാം. ഇത് വേകാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. പിസ്സ ബേസിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും. ഒരു 2-3 മിനിറ്റ് അത്രയും മതിയാവും. ഇത് നമുക്കിനി ഒന്ന് അടച്ചു വെക്കാം. തീ തീരെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ 2.5-3 മിനിറ്റ് ആയിട്ടുണ്ട്.
നമ്മുടെ പിസ്സയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിക്കുകയല്ലേ, അവർക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.